ഗാസയിൽ നരകവാതിൽ തുറക്കുമെന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പം വീണ്ടും ചില പ്രതിസന്ധി രൂപപ്പെട്ടു വരുന്നു എന്നല്ലേ അർത്ഥം? നരകവാതിൽ തുറക്കുന്നത് മാലാഖമാർക്ക് ഇറങ്ങി വരാനല്ല എന്നതാണ് ആദ്യ ചിന്ത. നരകവാതിൽ തുറന്നിറങ്ങി വരുന്നത് അമേരിക്കയുടെ ഫൈറ്റർ പ്ലെയിൻസ് ആകും. ഇസ്രയേലിൻ്റെ പൂർണ്ണ പിന്തുണയുമുണ്ടാകും എന്ന രീതിയിലുള്ള കഠിനമായ ശാസനയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അത് ഏറ്റുപിടിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവും അത് പറയുന്നു. ബന്ദിമോചനം ഓരോ ശനിയാഴ്ചകളിലാണ് നടക്കേണ്ടത്. കഴിഞ്ഞ ശനിയാഴ്ച 3 ബന്ദികളെ മോചിപ്പിച്ചു. ഒരു ഇസ്രായേൽ പൗരന്മാരായ 3 പേർ. ഒരാൾ സോവിയറ്റ് അല്ലെങ്കിൽ റഷ്യൻ വംശജനാണ്, മറ്റൊരാൾ അർജന്റീനിയൻ വംശജൻ, ഒരാൾ സാക്ഷാൽ അമേരിക്കൻ വംശജൻ. 3 പേരെ മോചിപ്പിച്ചു. ആ മോചനം ഒരു ചെറിയ തർക്കത്തിൽ നിന്നതുകൊണ്ടാണ് നരകവാതിലിനെ കുറിച്ച് ട്രംപിന് പറയേണ്ടി വന്നത്. ട്രംപിന് ഒറ്റ അടിയാണ്, എല്ലാ ബന്ദികളെയും ഒറ്റ അടിക്ക് മോചിപ്പിക്കണം. അങ്ങനെയല്ല കരാറിൻ്റെ വ്യവസ്ഥ. ഘട്ടം ഘട്ടമായി ബന്ദികളെ മോചിപ്പിക്കണമെന്നതാണ് അവസ്ഥ. അങ്ങനെയെങ്കിൽ ആ മോചനത്തിൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ചില മെല്ലപ്പോക്കുണ്ടാകുന്നു എന്ന് ഹമാസ് പറയുന്നു. ഇവിടെ ചോദ്യം, ആരാണ് ഹമാസ്? ഹമാസ് ഇന്ന് അവിടുത്തെ ഗവൺമെൻറ് അല്ല, മുൻ ഗവൺമെൻറ്റാണ്. അവിടുത്തെ ഔപചാരിക സൈന്യമല്ല, മറിച്ച് ഗറില്ല ഫോഴ്സാണ്. അതേസമയം ഗാസയിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരരുമാണ് ഹമാസ്. ഹമാസിൻ്റെ നേതാക്കൾ ഒന്നടങ്കം കൊല്ലപ്പെട്ടു. എന്നാൽ കൂടുതൽ പേര് ഹമാസിൽ ചേരുന്ന കാഴ്ച, കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ പോലും ഹമാസിൽ ചേരുമ്പോൾ ഈ ഒരു ഹമാസിനോടുള്ള ഒരു വീരാരാധന ഗാസയിലെങ്കിലും വളരെ പ്രകടനം ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അതുകൊണ്ട് ലോകം ചേരിതിരിഞ്ഞ് നിൽക്കുന്നു, ഒരുപാട് വീരാരാധന ലഭിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽ ഹെൽ വിൽ ബ്രേക്ക് ലൂസ് എന്ന് പറയുമ്പോൾ ഹമാസിനെ ഒഴിവാക്കാൻ ലഭിക്കുന്ന ഏക മാർഗമെന്ന് പറയുന്നത് എവിക്ഷൻ ഓഫ് ഗാസ. മുഴുവൻ ഗസൻസിനെയും 23 ലക്ഷം പേരെ മൊത്തത്തിൽ മാറ്റുക. ഒരു 10 ലക്ഷം പേരെ ജോർദനിലേക്കും 13 ലക്ഷം പേരെ ഈജിപ്തിലേക്കും മാറ്റുക എന്നതായിരിക്കാം അമേരിക്കയുടെ മനസ്സിൽ. ഈ രാജ്യങ്ങൾ സമ്മതിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ബട്ട് ദേ ഹാവ് സംതിങ് എൽസ് ഇൻ മൈൻഡ്. അറബ് ലീഗ് ഹാസ് സംതിങ് എൽസ്. അവർ യോഗം കൂടുകയാണ്. അറബ് രാജ്യങ്ങൾ ഈ മാസം ഫെബ്രുവരി മാസം 27-ാം തീയതി സൗദി അറേബ്യയിൽ റിയാദിൽ വെച്ച് യോഗം കൂടുകയാണ്. അറബ് ലീഗ് ഇസ് മീറ്റിംഗ്. അവർ പറയാൻ പോകുന്നത് 2 കാര്യങ്ങളാണ് അവരുടെ മുന്നിൽ പരിഗണനാ വിഷയം. ഈ നരകത്തെക്കുറിച്ച് ട്രംപ് പറയുമ്പോൾ, അല്ലെങ്കിൽ നെതന്യാഹു പറയുമ്പോൾ, തങ്ങൾക്ക് ഈ പ്രദേശത്തെ ഒരു പറുദീസയാക്കി മാറ്റാൻ കഴിയുമെന്നാണല്ലോ അമേരിക്ക പറയുന്നത്. പക്ഷേ അറബ് രാജ്യങ്ങൾ വിചാരിച്ചാലും അവിടെ പറുദീസയാക്കി മാറ്റാൻ കഴിയും. ബിക്കോസ് ദേ ഹാവ് മണി. അമേരിക്ക മാത്രമല്ല, അറബ് രാജ്യങ്ങൾക്കും പണമുണ്ട്. അതവർ ചെലവഴിക്കാൻ തയ്യാറുമാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നാളുകളിൽ വീണ്ടും ഇസ്രായേലി ആക്രമണത്തിൽ ഇത് കംപ്ലീറ്റ്ലി തകർന്ന് വീണ്ടും മൂഷിക ആകുന്ന അന്തരീക്ഷം ഒഴിവാക്കണം. അങ്ങനെയെങ്കിൽ അറബ് ലീഗ് 2 കാര്യങ്ങളാണ് അവരുടെ അജണ്ടയിലുള്ളത്. ഒന്ന്, ഗാസ ഗവർണൻസ് പ്ലാൻ ഈജിപ്റ്റ് കൊണ്ടുവന്നതാണ്. പക്ഷേ ഈജിപ്തിനെ അവർക്ക് പൂർണ്ണമായി വിശ്വാസമില്ല. പക്ഷേ ട്രംപ് ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുമ്പോൾ, അതായത് ഗാസ അങ്ങ് ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ, പിന്നെ ഈ അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഗാസയെ അങ്ങനെ ഏറ്റെടുക്കാൻ, അപ്പോൾ വീണ്ടും ഒരു പോർമുഖം തുറക്കുകയല്ലേ? അവർ ഏറ്റെടുക്കുമെന്നല്ല പറയുന്നത്. അവരുടെ ഒരു ചിന്ത പോകുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഒരുതരം സെൽഫ് ഡിഫീറ്റിസമാണ്. അമേരിക്ക പറയുന്നത് അതുപോലെ നടക്കുക എങ്കിൽ അറബി രാജ്യങ്ങൾക്ക് എന്താണ് ഒരു വില? ലോകം അവരെ പരിഹസിക്കില്ലേ? അതുമാത്രമല്ല, അറബി ജനതകൾ അറബി ഭരണകൂടങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. ഇപ്പം മൊണാർക്കിക്കൽ ഓർഡറുള്ള ഇടങ്ങളിൽ ഒരു പക്ഷേ അവരെ തടഞ്ഞു നിർത്താനാവും. പക്ഷേ റിപ്പബ്ലിക്കൻ ക്രമങ്ങളിൽ ഉള്ള അറബ് രാജ്യങ്ങളിൽ ജനതകൾ സർക്കാരിനെതിരെ തിരിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അറബി വികാരത്തെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ മീറ്റിംഗ്. അവർ പറയുന്നു, ഈജിപ്റ്റ് കൊണ്ടുവരുന്നൊരു പദ്ധതി ഒരു പക്ഷേ നല്ലതായിരിക്കാം, പക്ഷേ ഈജിപ്തിനെ മറ്ററബ് രാജ്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കില്ല. 1978 തന്നെ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയിലൂടെ ഇസ്രയേലുമായി മറ്ററബ് രാജ്യങ്ങൾ സമ്മതമില്ലാതെ സൗഹാർദ്ദം സ്ഥാപിച്ച രാജ്യമാണ് ഈജിപ്ത്. പക്ഷെ അറബ് രാഷ്ട്രങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ എല്ലാവരും ചേരുമോ? ഒരിക്കലും അങ്ങനൊരു സംഭവം ഒരു കാലത്തും. ഇതൊക്കെ സംസാരമല്ലേ, ഇതൊക്കെ ഒരു പുകപടലങ്ങളല്ലേ. അവർക്ക് അങ്ങനെ സംസാരിക്കാനാവൂ. അതാണ് അതിൻ്റെ രസം. അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഒന്നിച്ചല്ല, അവർ ഒന്നിച്ചാണ് എന്ന് പറയും. പക്ഷേ അവരുടെ ദേശീയ താല്പര്യം വ്യത്യസ്തമാണ്.
അപ്പോൾ ഈജിപ്തിന് അമേരിക്കയോട് ചില കടപ്പാടുകളുണ്ട്. ഈജിപ്തിൻ്റെ ഈ പറയുന്ന സൂയസ് കനാൽ ഉൾപ്പെടെ നടപ്പാകണമെങ്കിൽ അമേരിക്കയുടെ ഒരു സൈനിക സപ്പോർട്ട് കൂടി വേണം. ഇപ്പം തന്നെ ഹൂതികൾ വലിയ തോതിൽ ആക്രമണം നടത്തുന്നത് കൊണ്ട് ചെങ്കടൽ വഴിയുള്ള വ്യാപാരം തടസ്സപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സൂയസ് കനാലിൽ നിന്നുള്ള വരുമാനം ഈജിപ്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ ശക്തമായ സൈനിക സാന്നിധ്യം ഉൾപ്പെടെ ആ പ്രദേശങ്ങളിൽ ഈജിപ്ത് ആഗ്രഹിക്കുന്നു. സാമ്പത്തിക സഹായം അതിന് പുറമെ. അപ്പം ഈജിപ്ഷ്യൻ ഭരണകൂടത്തെ തന്നെ ഒരു പരിധിവരെ നിലനിർത്തുന്നത് അമേരിക്ക ആയതുകൊണ്ട് തങ്ങളുടെ കൂട്ടത്തിലെ ഒരു കറുത്തയാടായി ചില അറബ് രാജ്യങ്ങൾ ഈജിപ്തിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഈജിപ്തിൻ്റെ മധ്യസ്ഥത അവരാഗ്രഹിക്കുന്നില്ല. അത് ഒരുപക്ഷെ അറബ് താല്പര്യങ്ങൾക്കും അനുകൂലമല്ല. അതൊന്ന്. രണ്ട്, എല്ലാവരെയും ഈജിപ്ത് ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളെയും കുഴക്കുന്ന പ്രശ്നം ഭാവി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ. അമേരിക്ക ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ അമേരിക്കയാണ് ഭരണം. പക്ഷേ അതവർ സമ്മതിക്കുന്നില്ലല്ലോ. ഞങ്ങൾ അതിനെ പുനരുജ്ജീവിപ്പിച്ചു കൊള്ളാം, അതിന് ഞങ്ങൾക്കൊരു ബദൽ പദ്ധതി, ഇപ്പോൾ നിലവിൽ പദ്ധതി കൊണ്ടുവന്ന് ട്രംപ് മാത്രമാണ്. അതിന് പകരം ഒരു അറബ് പദ്ധതി ഗാസയ്ക്ക് വേണ്ടി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഹമാസിൻ്റെ സ്ഥാനം എന്ത്? നമ്മൾ നിഷ്പക്ഷമായിട്ടും ചിന്തിച്ച് നോക്കിയേ. ഹമാസാണ് ഇസ്രായേലിനെതിരെ പോരടിച്ചു നിന്നത്. അവിടുത്തെ ജനങ്ങളുടെ ഒരു ആശയം, ആവേശവും അഭിലാഷവും അവരെ ദുരിതത്തിലാക്കിയെങ്കിൽ പോലും ഹമാസിനോടൊപ്പം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഹമാസിന് പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു സംവിധാനത്തെയും ഇസ്രായേലും അംഗീകരിക്കില്ല, അമേരിക്കയും അംഗീകരിക്കില്ല, മറ്റു പലരും അംഗീകരിക്കില്ല. അങ്ങനെയെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സൗദി അറേബ്യയ്ക്കും UAEക്കും ഹമാസിനോട് വലിയ താല്പര്യമില്ല എന്നോർക്കണം. ഒക്ടോബർ 7, 2023 വരെ ഹമാസിനോട് വളരെ ഒരു നിസ്സംഗ സമീപനമായിരുന്നു സൗദി അറേബ്യ സ്വീകരിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം ഹമാസിനെ കുറിച്ച് കാര്യമായി ഒന്നും തന്നെ സൗദി പറഞ്ഞിട്ടില്ല, എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നത് പ്രസ്താവയോഗ്യം. പക്ഷേ ഹമാസിന് പ്രാധാന്യം ലഭിക്കുന്ന ഒരു ഫ്യൂച്ചർ ഗാസ ഗവൺമെൻറ് ആരും ആഗ്രഹിക്കുന്നില്ല. അറബ് രാജ്യങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നില്ല. ഗാസ ജനത ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഒരു കൊയലീഷൻ പദ്ധതി, വിശാല അർത്ഥത്തിലെ ഒരു വിശാല കൊയലീഷൻ ഗവൺമെൻറ് ഇൻ ഗാസ ആൻഡ് പാലസ്റ്റീൻ, അത് മൊത്തത്തിൽ വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ, അതിൽ ഹമാസിന് സ്ഥാനം ഉണ്ടാകുമോ ഇല്ലാതിരിക്കുമോ? എൻ്റെ ഉത്തരം ഹമാസിന് സ്ഥാനമില്ലാത്തൊരു പദ്ധതി മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ അതൊരു പക്ഷേ അംഗീകരിക്കപ്പെടൂ. ആത്യന്തികമായി അമേരിക്ക കൂടി അംഗീകരിക്കേണ്ടി വരും. അതാണ് പവർ ബാലൻസ് എന്ന് പറയുന്നത്. അമേരിക്ക എന്ത് കാര്യമെന്ന് നമുക്ക് ചോദിക്കാം, അത് ന്യായമാണ്. പക്ഷേ അമേരിക്ക കൂടി അംഗീകരിക്കാതെ ഗാസ പദ്ധതി നടപ്പാവില്ല. ട്രംപ് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ എടുക്കുമെന്ന്. നാളെ പറയും ഞങ്ങൾ എടുക്കുന്നില്ല, അവിടെ നിങ്ങൾ വയബിൾ പദ്ധതി കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങൾ കൊണ്ടുവരൂ. അപ്പം അമേരിക്കയ്ക്ക് മാത്രമായി അത് വിട്ടുകൊടുത്താൽ അറബികൾക്ക് അതൊരു ക്ഷീണമാണ്. അതുകൊണ്ട് മുൻപും അറബികളാണ് പണം ചെലവഴിച്ചത്. പണം ചെലവഴിച്ച് കെട്ടിപ്പൊക്കും. ഇസ്രായേൽ അത് മുഴുവൻ തകർത്ത് കഴിഞ്ഞു. വീണ്ടും പണം ചെലവഴിക്കും. ഇപ്രാവശ്യം അറബികൾ പറയുന്നു അങ്ങനെയല്ല, ലോകം മുഴുവൻ ചേർന്ന ഒരു വിശാല പദ്ധതി വേണം, അമേരിക്കയുടെ മാത്രം പദ്ധതിയാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുമായിട്ടാണ് 27-ാം തീയതി അറബ് ലീഗ് കൂടുന്നത്. അതുകൊണ്ട് ഈ നരകത്തിൻ്റെ വാതിൽ തുറക്കുന്ന സമയത്ത് വാതിൽ തുറന്നാൽ താഴേക്ക് വീഴണമല്ലോ എന്തെങ്കിലും. അത് വലയമായിട്ട് നിൽക്കുകയാണ് രാജ്യങ്ങൾ. എങ്ങനെയാണ് നരകവാതിൽ തുറക്കുന്ന ഒരു അനുഭവത്തെ ഗാസയുടെ ജനങ്ങൾ നേരിടുന്നത്? അവരിനി ഇതിൽ കൂടുതലൊന്നും അനുഭവിക്കാനില്ല. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് അത് വലിയൊരു ചോദ്യചിഹ്നമായി. പക്ഷേ ഹമാസിനെ ഇനി ഒരു സൈനിക ശക്തിയായിട്ടോ സർക്കാരായിട്ടോ വാഴിക്കാൻ അനുവദിക്കത്തില്ല എന്നാണ് ഇസ്രായേൽ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയ്ക്ക് അത് അനുവദിക്കാനാവില്ല, ഇസ്രായേൽ അനുവദിക്കാനാവില്ല. അതുമാത്രമല്ല, ഹമാസിനെ നിലനിർത്തിക്കൊണ്ട് എക്കാലത്തും ഒരു സുരക്ഷാ ഭീഷണിയിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് പെർമനൻ്റായി യുദ്ധത്തിലും കലാപത്തിലും കോൺഫ്ലിക്റ്റിലും അങ്ങനെ നീങ്ങാനാവില്ല. അതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഒരുപക്ഷെ അമേരിക്ക പറയുന്നത് ഗാസയ്ക്ക് വെളിയിൽ ഒരു ഗാസയ്ക്ക് വെളിയിൽ ഒരു പാലസ്റ്റീൻ എന്ന രീതിയിൽ അവരെ പെർമനൻ്റായി ഒരിടത്തുനിന്ന് മറഞ്ഞു വിടുക, എന്നിട്ട് ഗാസയെ റിബീറയാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ ഗസൻസിന് സ്വന്തം ഭൂമി ഇല്ലാതെയാവുകയാണോ? അപ്പോൾ ഇസ്രായേൽ വിചാരിക്കുന്നുണ്ടാവും 2000 വർഷം ഞങ്ങൾക്ക് ഭൂമിയില്ലാതെ ഞങ്ങൾ പല ഇടങ്ങളിലായി, ലോകത്തിൻ്റെ പല ഇടങ്ങളിലായി വസിച്ചു, എന്നിട്ടും ഞങ്ങളൊരു നേഷൻ, ഒരു രാഷ്ട്രം, ഒരു ജനത എന്ന രീതിയിൽ ഞങ്ങൾ നിലകൊണ്ടു, ഞങ്ങൾ തിരിച്ചു വന്നു, രാഷ്ട്രം സ്ഥാപിച്ചു. അവർക്ക് ഏതാനും വർഷം വെളിയിൽ നിന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും ഈ അറബ് രാഷ്ട്രങ്ങളുടെ ഒന്നിക്കലെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വെറും ഒരു പുകപടലം മാത്രമായിട്ട് പോവുകയും ട്രംപ് പിന്നെയും ആധിപത്യത്തിലേക്ക് പോവുകയും ചെയ്യുന്ന, ആത്യന്തികമായി ട്രംപ് ഉദ്ദേശിക്കുന്നിടത്ത്, അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിച്ചേരാനാണ് സാധ്യത. പക്ഷേ പൂർണ്ണമായി കീഴടങ്ങുന്നതിന് മുമ്പ്
പുട്ടിംഗ് അപ്പ് എ ബ്രേവ് ഫെയ്സ് ആൻഡ് എ ഫൈറ്റ്. ഇത് അറബ് രാജ്യങ്ങൾ ചെയ്യുന്നു. കുറച്ചുകൂടി സ്വീകാര്യമായ, അമേരിക്ക പറഞ്ഞതുപോലല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ഫോർമുലയിൽ അമേരിക്കയെ കൊണ്ടെത്തിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക് കഴിയുമെങ്കിൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് നിർണായക റോൾ വഹിക്കാൻ കഴിയും. വൺ മാൻ കോൾഡ് മുഹമ്മദ് ബിൻ സൽമാൻ MBS എന്ന് പറയുന്ന പുതിയ രാജകുമാരൻ, സൗദി രാജകുമാരൻ. അദ്ദേഹം വളരെ വിഖ്യാതനായ ആളാണ്. ട്രംപുമായും പുടിനുമായും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. നയതന്ത്ര ചർച്ചകൾ, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നയതന്ത്ര ചർച്ചകളിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ആതിഥ്യമല്ലെന്ന രീതിയിൽ സൗദി അറേബ്യ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് സൗദിയെ മുന്നിൽ നിർത്തി അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സ് അറബുകളെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കുന്ന ഒരു മിടുക്കാണ് ഒരു പക്ഷേ അമേരിക്കയുടെ കുശാഗ്ര ബുദ്ധിയുള്ള വിദേശകാര്യ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.